സോ വാട്ട്സ്ആപ്പ് ഗൈസ്, എല്ലാവർക്കും നമ്മുടെ ഈ പുതിയൊരു ഗെയിം പ്ലേ വീഡിയോയിലേക്ക് സ്വാഗതം ഗൈസ്. അപ്പോൾ നമ്മൾ കളിക്കാൻ പോകുന്ന ഗെയിമിൻ്റെ പേര് എവിൽ ഞണ്ണം എന്ന് പറഞ്ഞൊരു ഗെയിമാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ സെക്കൻഡ് ചാനലിൽ ഇങ്ങനത്തെ ഗെയിംസൊക്കെയാണ് ഈ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ റോഡ് ടു 2Kയാണ് നമ്മുടെ മെയിൻ ചാനലിൽ അത് സപ്പോർട്ട് ചെയ്യുക. എന്നിട്ട് ഇത് സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് സബ്സ്ക്രൈബ് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല, അതിൽ സബ്സ്ക്രൈബ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഗെയിം എന്ന് വെച്ചാൽ എവിൽ ഞണ്ണം എന്ന് പറഞ്ഞ ഗെയിമാണ്. ഇതിന് 2, 3 ഒക്കെ ഉണ്ട്. അപ്പോൾ കളിക്കണമെങ്കിൽ 1ൻ്റെ സ്റ്റോറി അറിഞ്ഞിരിക്കണം. 1 കളിച്ചാലാണ് കളിക്കാൻ പറ്റുള്ളൂ. കാരണം 1ൻ്റെ സ്റ്റോറി അറിഞ്ഞാലാണ് നമുക്ക് 2നും 3 ഒക്കെ കളിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഈ 1 കളിക്കുന്നത്. ലെറ്റ്സ് പ്ലേ കൊടുക്കാം. ഇത് ഈഗൾ ജൂനിയർ സ്കൂൾ. അപ്പോൾ ഇതിൻ്റെ സ്റ്റോറി എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതിന് മുമ്പ് നമുക്ക് പ്ലേ ലോ മീഡിയം, ഓക്കെ, സ്കിപ്പ് ഇൻട്രൊഡക്ഷൻ വേണ്ട, നമുക്ക് പ്ലേ കൊടുക്കാം. അപ്പോൾ സ്റ്റോറി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു പൊട്ടൻ ചെറുക്കനാണ്. അത് നമുക്ക് വിവരമൊന്നുമില്ല. അതുകൊണ്ട് നമ്മളെ ബോർഡിങ്ങിൽ കൊണ്ടാക്കാൻ പോകുന്നതാണ്. ഇതാണ് ഗൈസ് നമ്മളെ ഫാദറും മദറും നമ്മളെ കണ്ടോ ബോർഡിങ്ങിൽ കൊണ്ടാക്കാൻ പോകുന്നത്. പക്ഷേ സ്കേരിയസ്റ്റ് പാർട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കുന്ന ബോർഡിങ് കുറച്ച് എന്താ പറയുക, ഒരു സ്ക്രീപ്പി ആയിട്ടുള്ള ബോർഡിംഗ് ആണെന്നാണ് ഗൈസ് പറയുന്നത്. അതായത് അവിടെ ഒരുപാട് കൊലപാതകങ്ങളൊക്കെ നടന്നു കണ്ടത്. നമ്മൾ ഇറക്കി വിട്ടു, അങ്ങനെ നമ്മളിങ്ങനെ പോവുകയാണ്. അപ്പം നോക്കുമ്പോൾ അതേ ഇരിക്കണം ഗൈസ് തളച്ചി. നമ്മൾ തിരിച്ച് കാറിൽ കയറാൻ നിർത്താണെങ്കിൽ നമ്മളെ കാർ കൊണ്ട് പോയി ഇതിൻ്റെ മുന്നിൽ. അപ്പോൾ നമ്മൾ എവിൽ ഞണ്ണ് അടിച്ചിട്ടുണ്ട്. ഇതാണ് ഗൈസ് ഇതിൻ്റെ സ്റ്റോറി. അപ്പോൾ ഇതൊക്കെ അറിഞ്ഞാണെങ്കിൽ സെക്കൻഡ് കളിക്കാൻ പറ്റുള്ളൂ. ലെറ്റ്സ് ഡേ 1. ഓക്കെ, എനിക്കിത് കളിക്കാനൊന്നും ഒത്തിരി അറിയത്തില്ല ഗൈസ്. ഞാൻ പണ്ട് കളിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ എംബോസിഷൻ ചെയ്താണ്. ഐ ആം നോറിൻ കാറിൽ. നമ്മളൊരു കാറാരേന്നാണ് കണ്ടോ ഗൈസ്, എനിക്കറിയില്ല. ഓക്കെ, സെൻസിറ്റിവിറ്റി അത്യാവശ്യം ഉണ്ട് ഗൈസ്. അപ്പോൾ ട്യൂട്ടോറിയൽ നമുക്ക് പറഞ്ഞു തരികയാണ്. ഓക്കെ, മനസ്സിലായി. ദിസ് ഈസ് ഈസി ക്യാൻ ഐ നീഡ് ക്രൗച്ചിങ്. ഓക്കെ, പെർഫെക്റ്റ് ബൈ പ്രസ്സിങ് ബട്ടൺ ക്രൗച്ച് ആൻഡ് സ്റ്റാൻഡ് അപ്പ്. ഓക്കെ, യു ക്യാൻ ഫൈൻഡ് ലീവ് ദ റൂം, മൂവ് ടു ഫൈൻഡ് എക്സിറ്റ്. കേസ് നമ്മൾ എക്സിറ്റ് ചെയ്യാൻ ഇടണം. ഇതാകുന്നു കേസ് ആ തളച്ചി. ആ തള്ളച്ചിൽ എന്തൊക്കെയോ ഉണ്ട്, വടിയും കാര്യങ്ങളൊക്കെ ആണെന്ന് തോന്നുന്നു കേസ്, എനിക്കറിയില്ല. ഇതെന്താ നമ്മളേതോ റൂമിൽ കൊണ്ട് ഇട്ടിരിക്കുകയാണ്. ഇതെന്താ? ഇത് മതി സ്കിപ്പ് ചെയ്യാൻ നിൽക്കുക. ഇതിന് മുമ്പ് ഇത് തുറന്നിട്ടേക്കാം ഗീസ്. ഇത് തുറന്നിട്ട് ആവശ്യം വരും. ഇതൊന്നും തുറന്നിട്ടേക്കാം. ഒളിക്കാനാണ് ഗീസ്, ഒളിക്കേണ്ട സെറ്റപ്പുകളാണ്. ഓക്കെ, ഇതെന്താ ക്ലോസഡ്. ഈ സീൽ ക്ലോസഡാണ്. ഇതാകുന്നു ഗീസ് എക്സിറ്റ്. ഇതെന്താ എൻസിൻഡ് വെപ്പൺ മോർണിംഗ് ബുക്കോ, ഇറ്റ്സ് ബ്ലോക്ക്ഡ്. മനസ്സിലായി. അപ്പോൾ നമുക്കൊന്ന് ഗീസ് തളച്ചി ഓടിക്കോ. അയ്യോ വേണ്ട, ഇത് ഞാൻ പേടിച്ച് പോയി പണ്ടാരം പിടിക്കാനായിട്ട്. ഞാൻ ആ പാനിക്കിൽ ഡോറടയ്ക്കാനും വന്നു. എൻ്റെ പൊന്നെ, ഡേ 2. ഇങ്ങനെയാണ് ഈ കളി മുമ്പോട്ട് പോകുന്നത് എനിക്ക് തോന്നുന്നില്ല. അടുത്ത് പിന്നെ നമ്മൾ എംബോസിഷനാണ്. ഐ ആം ഗുഡ് നോട്ട് ബി ഗുഡ്. നമ്മളിനി തെറ്റൊന്നും ചെയ്യത്തില്ലെന്നാണ് ഇരിക്കണേ. അതിന് തെറ്റൊന്നും ചെയ്തില്ലല്ലോ. പക്ഷെ തള്ളച്ചി എനിക്ക് തോന്നുന്ന സൗണ്ട് കേട്ടിട്ട്, നമ്മൾ ഈ സാധനം തുറന്ന സൗണ്ട് കേട്ടിട്ടാന്ന് തോന്നുന്നു. ഇപ്പോൾ തള്ളച്ചിയോടെ ഉണ്ടാവും. എന്നിട്ട് നമുക്ക് റിസ്ക് എടുക്കണ്ട. ഈ റിസ്ക് എടുക്കണ്ട, നമുക്ക് തൽക്കാലം ഉണ്ടല്ലോ ഇത് തുറക്കാന്നിട്ട് ഇതിൻ്റെ അതേ കൂടെ പോകാം. തള്ളച്ചി എന്തായാലും ഇതുവഴി വരത്തില്ലായിരിക്കും. ഇതെന്താ, ഇത് ക്ലോസറാണ്. തള്ളച്ചി ഇതുവഴി എന്തായാലും വരത്തില്ലായിരിക്കും. കുനിയാനൊന്നും പറ്റൂലായിരിക്കും ഈ തള്ളച്ചിക്ക്. ഓക്കെ, നമ്മളിപ്പോൾ തുറന്നിട്ട് സൗണ്ട് ഇട്ട് മിക്കവാറും ഇപ്പോൾ തള്ളച്ചി വരുമായിരിക്കും. ഓക്കെ, തള്ളച്ചി വന്നിട്ടുണ്ട്. തള്ളച്ചി കുനിയാൻ പറ്റുന്നില്ലേ, നടുവിനുണ്ട് ഗീസ്. അപ്പോൾ കാര്യം ഗീസ് നമുക്ക് ഇത് തുറക്കുമ്പോൾ ആ സൗണ്ട് ഇട്ട് തള്ളച്ചി ഇപ്പം ഇങ്ങോട്ട് വരുമായിരിക്കും. എന്നിട്ട് തള്ളച്ചി തള്ളച്ചി വന്നിട്ടുണ്ട്. തള്ളച്ചി പണ്ടാരം പിടിക്കാനായിട്ട് എനിക്കിതായി ഒരു ഗെയിം സിസ്റ്റത്തിനകത്ത്. അയ്യോ തുറക്ക്. അയ്യോ ഇത് ക്ലോസ്. അയ്യോ തുറക്ക്. അയ്യോ പണ്ടാരം പിടിക്കാൻ ഞാൻ പേടിച്ചു പോയി. ഇതെന്താ ഗെയിമാണത്? ഇതാരത് ലാസ്റ്റ് ഡേ? എൻ്റെ പൊന്നെ, എനിക്ക് എസ്കേപ്പ് അടിക്കാൻ പറ്റുമെന്ന് തോന്നണില്ല. അയ്യോ, ഇത് പിന്നെ പൊസിഷൻ എന്താണ്? ഇതെന്താ തള്ളച്ചി ഗ്രാനിലൊന്നും പൊരിഞ്ഞു വരത്തില്ലല്ലോ. ഇത് ഗ്രാനി പോലെ അല്ല. ഐ ഹാവ് എ ലീവ് ദിസ് സ്കൂൾ. പണ്ടാരം പിടിക്കാൻ കഴിക്കുമ്പോൾ പേടിയുമായി പുറത്തിറക്കാൻ പറ്റില്ല. നമുക്കിപ്പോൾ ഇതേ ഒരു വഴി ഉണ്ടാവുള്ളൂ. പക്ഷെ ഇത് എന്തിപ്പോൾ ചെയ്യണ്ടേ? മിഷൻ വലുതുണ്ടോ? സൗണ്ട് എഫക്റ്റ് കുറച്ചിട്ടാക്കാം. ജോയിസ്റ്റിക് സൈസ് ഇതിനും പറയണ്ടോ അവർ? എന്തിന് മിഷൻ പോലും ഇല്ല അത് കണ്ടുപിടിക്കുക, അങ്ങനെയൊന്നും ഇല്ലാതെ. നമുക്ക് തുറക്കാം ഗൈസ്. അയ്യോ പേടിച്ചു പോയി. ഓക്കെ, നമുക്ക് ഇതുവഴി പോവാം. ഇത് തുറക്കൂല, ഇതിന് നമുക്ക് കീ വേണം.
അപ്പോൾ ഇതാണ് ഗൈസ് സ്കൂൾ. കോപ്പ് സത്യം പറഞ്ഞാൽ ഇതൊന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ. ഇവരെന്ത് ചെയ്താലും നിനക്ക് 50 കോയിൻ കൊടുത്തു കഴിഞ്ഞാൽ ഒരു ദിവസം കൂടെ സമയം തരുന്നു പറയണം. അങ്ങനെ നിനക്ക് നമ്മൾ എണീറ്റിരിക്കുകയാണ് പിന്നെയും. ഇതെന്താ ഇത് തള്ളച്ചി നമുക്ക് മന്ത്രവാദനം എന്തൊക്കെയോ ചെയ്യണം. കൂടോത്രോ അതൊക്കെ അങ്ങനെ ഒന്നും ചെയ്യണം ഗൈസ്. നമുക്കെന്തോ മാസ്ക് ഇട്ടിട്ടുണ്ട്. അയ്യോ തള്ളച്ചി എന്തോ ചെയ്യാൻ പോകണം ഗൈസ്. നമ്മളെ പെട്ടിയിലിട്ട് അടച്ച് ഗെയിം ഓവർ. ഈ ഒറ്റ മിനിറ്റ് കേട്ടോ, ഞാനാണ് എനിക്ക് തോന്നുന്ന ഗെയിം ഹാർഡോ മീഡിയമോ അങ്ങോട്ട് കേസ് കൊടുത്തിരിച്ച് നോക്കാം. മീഡിയം ഇല്ല, ഗ്രാഫിക്സ് ഒക്കെ അടിക്കട്ടെ. ഇനി നമുക്ക് സ്കിപ്പ് ഇൻട്രൊഡക്ഷൻ കൊടുക്കാം. ട്യൂട്ടോറിയൽ വേണ്ട, ഈസി കൊടുക്കാൻ കഴിച്ചു. എനിക്ക് തോന്നുന്നില്ല കളിച്ച് ജയിക്കാൻ പറ്റുമെന്ന്. ഓക്കെ ഈസി കൊടുക്കാം. ഞാൻ നേരത്തെ മീഡിയം ആയിരുന്നു കേസ് കൊടുത്തത്, അതുകൊണ്ടാണ് ഭയങ്കര ടഫായിട്ട് തോന്നിയത്. ഓക്കെ ഈ വട്ടം സ്കിപ്പ് ഇൻട്രൊഡക്ഷൻ ആയിരിക്കും ഡേ 1. ഇതിങ്ങനെ എനിക്ക് സർവൈവ് ചെയ്യാൻ പറ്റണമെങ്കിൽ. ഈ വട്ടൻ്റെ പേര് മാറിയോ? സിസ്സിയോ? കേസ് ഈ വട്ടൻ്റെ പേര് മാറിയിട്ടുണ്ട്, സിസ്സി ആയിട്ടുണ്ട്. എനിക്കും അതൊന്നും കുഴപ്പമൊന്നുമില്ല കേസ്. അപ്പോൾ നമുക്ക് ഇതൊക്കെ തുറന്നിട്ടേക്കാം. ഇതിങ്ങനെ കയറിയിട്ട് ഇങ്ങനെ അല്ല അടയ്ക്കണ്ടേ? ഓക്കെ അത് നമുക്ക് പ്രാക്ടീസ് ചെയ്ത് വയ്ക്കാം ഗൈസ്. ഇങ്ങനെ കയറുന്നു, ഇങ്ങനെ അടയ്ക്കുന്നു, ഇങ്ങനെ കയറുന്നു, ഇങ്ങനെ അടയ്ക്കുന്നു. ലെറ്റ്സ് ഗോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഗ്രാനി അല്ല ഞണ്ണ് വന്നു കഴിഞ്ഞാൽ നമുക്ക് സ്പീഡിൽ പോകാനുള്ളതാണ്. ഇതെന്താ ഇത്? തുറക്കുവിൻ അടക്കപ്പെടുവിൻ. ഇത് തുറക്കുമോ? ഇല്ല. ഈ കഴിഞ്ഞ ദിവസം ഇതുവഴി പോയപ്പോഴാണ് ഈ നമ്മൾ ഗ്രാനി പിടിച്ചത്. അപ്പോൾ നമ്മൾ ഈ ഡോർ തുറക്കാൻ പറഞ്ഞു. യെസ് ഗോ. അപ്പോൾ ഈ ഡോറ് ഞണ്ണ് ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവും ഗൈസ്. ഇതേ പുതിയ വഴി. ഓക്കെ ഇപ്പോൾ ആ സൗണ്ട് ആയിട്ട് ഗ്രാനി വരുമായിരിക്കും. ഞണ്ണ് നമുക്കിവിടെ വിളിച്ചിരിക്കാൻ പറ്റും നൈസ്. കുറച്ചിവിടെ വിളിച്ചിരിക്കാം. ആ സൗണ്ട് ഇട്ടിട്ട് ഞണ്ണ് എതുവഴിയാണ് പോകണത് അതിൻ്റെ ഓപ്പോസിറ്റ് വഴി നമുക്ക് പോവാം. 2000 years later. ഒരുപാട് നേരമായിട്ടും ഗ്രാനി വന്നില്ല. എനിക്ക് തോന്നുന്നു നമുക്ക് പതുക്കെ ഇറങ്ങി നോക്കാം. നോക്കിക്കോട്ടെ, ഇപ്പം ഗ്രാനി വരില്ല. പക്ഷെ ഞാൻ ഒന്ന് പുറത്തോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ ഗ്രാനി വരും. ഗ്രാനി അല്ല ഞണ്ണ്. ഇതെന്താ? ഇതുവഴി നമുക്ക് വിളിച്ചിരിക്കാൻ പറ്റില്ല. ഇതുവഴി വിളിച്ചിരിക്കാനില്ല. ഇത് എന്തൊക്കെയോ സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അയ്യോ ഒന്ന് കുനിഞ്ഞു പോകാൻ പറ്റുമോ? പറ്റും. ഇവിടെ ഒളിച്ചിരിക്കാൻ മാത്രമേ പറ്റുള്ളൂ. ഇവിടെ വേറെ എന്തെങ്കിലും ഉണ്ട്. ഇതെന്താ? ഇതിപ്പോൾ ഞാൻ എന്താ ചെയ്യേണ്ടതെന്നാ കേസ് എനിക്ക് മനസ്സിലാകാത്തത്. ലിറ്റിൽ ലോക്കർ, ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഓക്കെ ഇതെന്താ ഒരു ഡോറ്? ഈ ഡോറൊക്കെ അടച്ചിട്ടേക്കാം പെട്ടെന്നേ. ഞണ്ണിനെ മിക്കവാറും ഇതെന്താ മദർ ഇങ്ങനെ ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ട് ഗൈസ്. ഇതെന്തത്? അയ്യോ എൻ്റെ പൊന്നേ എന്ത് ടഫാടാ. ഇതിന് ഭയങ്കര സ്പീഡാരോ? ഇത് ഭയങ്കര സ്പീഡാണ് ഗൈസ്. ഇതിലെനിക്ക് കളിക്കാൻ പറ്റുമെന്ന് തോന്നണില്ല. തള്ളച്ചി ഇവിടെ നിന്ന് പോയില്ലായിരുന്നു. പിന്നെ എംപോസിഷൻ മതി. എംപോസിഷൻ എഴുതി ഇതിൻ്റെ കൈ അട്ടഴിച്ചിട്ടുണ്ട്. എൻ്റെ പൊന്ന് തള്ള, ഈ തള്ളയുടെ തള്ളയായിരിക്കും ഈ തള്ള. ഇപ്പം നമുക്കിനി നമ്മൾ ആദ്യം ആ വഴി പോയി. എപ്പോഴായിരുന്നു ഗ്രാനി നമ്മളെ പിടിച്ചത്? ഇതുണ്ട് ഇവിടെ. ഇവിടെ ചുമലുണ്ട്. ഇതെന്താ? ഇത് കൂടോത്രമാണ് കേസ്. ഇവിടെ എടുത്ത് നമുക്ക് ചുമ്മാ ഒന്ന് ഇറങ്ങാം. ഓക്കെ ഗൈസ്, ഗ്രാനി ഇത് ഗ്രാനിയുടെ എന്തോ കൂടോത്രമാണ്. ബട്ടൺ നെക്കി. ദ ആക്സസ് നീഡ് മെയ്സ് ചലഞ്ച് ചാപ്റ്റർ. ഇതുവഴി ആയിരിക്കും ഗൈസ് എനിക്ക് എസ്കേപ്പ് പഠിക്കാൻ പറ്റുന്നത്. എനിക്കറിയത്തില്ല. ടു ബി ദ മെയ്സ് ചലഞ്ച് ചാപ്റ്റർ എന്തൊക്കെ എനിക്ക് മനസ്സിലാവണില്ല ഗൈസ്. എന്തോ ചാപ്റ്റർ കംപ്ലീറ്റ് ആക്കാനും കണ്ടാണോ? എനിക്കറിയത്തില്ല. ഇവിടെ വേറെ ഡോറാണ്. ഇത് ഡോറല്ല ഇത് സെല്ല്. അപ്പോൾ ഇവിടെ നിന്നൊരു കാര്യമൊന്നുമില്ല. മണ്ടേ തന്നെ തിരിച്ച് കയറണം. ഓക്കെ ഓക്കെ. ഓ മൈ ഗോഡ് ഗൈസ്. ഇത് മണ്ട. കയറാൻ പറ്റുമോ? മുകളിൽ കയറാൻ പറ്റുമോ? എന്നൊരു ഡൗട്ട്. നിങ്ങളുടെ ഗൈസ് കുരിശ് കത്തിക്കുന്നു ഗൈസ്. ദൈവത്തിനോട് ഒട്ടും ഇഷ്ടമില്ലാത്തവരാന്ന് തോന്നുന്നു ഗൈസ് ഇവരുടെ. ഇപ്പോൾ വേറെ വഴി. നമ്മളപ്പോൾ ഈ വഴി തുടർന്ന് പോകണം. അല്ല ഇത് നമ്മളെ ഫസ്റ്റ് വഴിയല്ലേ? നമുക്കപ്പോൾ അയ്യോ ഓടിക്കോ ഈസ്, ഓടിക്കോ. ഞണ്ണ് അടയ്ക്ക് വിളിച്ചു.
കോപ്പ് നേരത്തെ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് മാത്രം രക്ഷപ്പെട്ട്. പോയാ ഇതേ പോണ് പോതള്ളേ. ഓക്കെ പോയി കുറച്ച് നേരമായി ഗൈസ് പോയിട്ട് നമുക്ക് പതുക്കെ ഇറങ്ങാം. ഓക്കെ തള്ള ആ വഴിയായിരിക്കും പോയത്, നമുക്കപ്പോൾ ഈ വഴി പോവാം. യെസ്. അയ്യോ അയ്യോ ഓടിക്കോടിക്കോടിക്കോടിക്കോടിക്കോടിക്കോ. പറ്റും 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 പറ്റും. ഡോറടയ്ക്ക്. അടാ ഞാൻ കയറിയില്ല. എടാ എന്താണ് അവിടെ സംഭവിച്ചത്? തള്ളക്ക് കുനിഞ്ഞു വരാൻ പറ്റുമെന്ന് എനിക്ക് അറിയാമായിരുന്നു. അതായിരുന്നു ഞാൻ ഇത് കളിക്കാനുള്ള ത്രാണി എനിക്കില്ല. മാത്രമല്ല സമയവും കുറേ ആയി. നിങ്ങളിപ്പം വീഡിയോ കാണാൻ ഒട്ടും സമയമായിട്ടുണ്ടാവില്ല, പക്ഷേ കുറേ നേരമായിട്ടുണ്ടാവും. രണ്ടാമത്തെയാണ്. സോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ ഒരു ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിരിക്കുന്നു. ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോക്ക് ഒരു ലൈക്ക് അടിക്കുക. ഈ ഗെയിം കിടിലൻ ഗെയിമാണ്, ബട്ട് ഇത് കളിക്കാൻ അറിയുന്നവർക്കായിരിക്കും ഗൈസ് കുറച്ചുകൂടെ ഈസി. ഗൈസ്, ഇപ്പോൾ മറ്റൊരു കിടക്കാച്ചി വീഡിയോ ടാറ്റ ബൈ ബൈ. സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോണേ.